ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 43ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. 10-20 വർഷം മുമ്പ് അട്ടപ്പാടി സഹീവൻ ധ്യാന കേന്ദ്രത്തിൽ വൈദികർക്ക് വേണ്ടിയുള്ള ഒരു ഗ്രാൻഡ് കോൺഫറൻസ്, ഒരു ധ്യാനം മീറ്റിംഗ് പോലെ വെച്ച അവസരത്തിൽ ഞാൻ സംബന്ധിക്കാനായിട്ട് പോയിരുന്നു. അപ്പം അതിനിടയിൽ അച്ഛന്മാർക്കെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ കൗൺസിലിങ്, വ്യക്തിപരമായ ഷെയറിങ്ങും പ്രാർത്ഥനയ്ക്കുള്ള അവസരം അവിടെ ക്രമീകരിച്ചിരുന്നു. നല്ല ഗിഫ്റ്റുള്ള വ്യക്തികളാണ് അതിനുവേണ്ടി അവിടെ നിയോഗിക്കപ്പെട്ടിരുന്നത്. എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു സഹോദരി, ഒരു സിസ്റ്ററാണ്, എന്നോട് ചോദിച്ചു, അച്ഛൻ എന്ത് പ്രത്യേക ശുശ്രൂഷയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇടവക വികാരിയാണ്, ഇടവേല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അതിനപ്പുറം പ്രത്യേക ശുശ്രൂഷയൊന്നുമില്ല. അങ്ങനെ പിന്നെയും ഓരോ കാര്യം പ്രാർത്ഥിച്ചു നോക്കും. എന്നോട് കുറച്ച് വീണ്ടും സഹോദരി ചോദിച്ചു, അച്ഛൻ എന്ത് പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേക ശുശ്രൂഷയൊന്നും ഇല്ല, ഇടവേല കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ചകളിൽ ഒരു ഏകദിന പ്രാർത്ഥന നടത്തുന്നുണ്ട്, അതൊരു ഡെലിവറി ശുശ്രൂഷയായിട്ടാണ് നടത്തുന്നത്. അതേപ്പറ്റി പറഞ്ഞു വന്നപ്പോഴേ ആ സഹോദരി പറഞ്ഞു, അച്ഛാ, അതാ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എൻ്റെ ഉള്ളു തുറന്ന നിമിഷം മുതൽ ഞാനിങ്ങനെ കാണുന്നത് അച്ഛൻ്റെ നേർക്ക് കോപത്തോടുകൂടി പാഞ്ഞെടുക്കുന്ന ചില പൈശാചിക രൂപങ്ങളെയാണ്. ഇങ്ങനെ നാനാഭാഗത്തുനിന്ന് അച്ഛനെ നേർക്ക് പാഞ്ഞു വരികയാണ്. പക്ഷെ അച്ഛനെ അവർക്ക് ആക്രമിക്കാൻ പറ്റുന്നില്ല. അച്ഛന് സംരക്ഷണമുണ്ട്, ആക്രമിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അച്ഛന് ഒരു ഭയം ഉണ്ടാകുന്നുണ്ട്, അച്ഛന് ഞടുങ്ങുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് അത് ശരിയാണ്. കാരണം ആ നാളുകളിൽ ഞാനിങ്ങനെ രാത്രിയിൽ എന്തെങ്കിലും നിസ്സാരമായ ചില സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടിട്ട്, വളരെ നിസ്സാര സ്വപ്നങ്ങളാണ്, പക്ഷെ ഞടുങ്ങി ഉറക്കം തെളിഞ്ഞിട്ട് ഇങ്ങനെ അല്പനേരം ഇങ്ങനെ ഞടുങ്ങി കിടക്കുമായിരുന്നു. പെട്ടെന്ന് ഉറക്കം തെളിയും. എന്നിട്ട് ഉറക്കം തെളിയുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം വലിയ ഭയമാണ്, അനങ്ങാൻ മേലാത്ത പോലത്തെ ഭയം അനുഭവപ്പെടുമായിരുന്നു. കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ആവർത്തിച്ച് ആ നിറം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. ഇതേപറ്റി പിന്നീട് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ഭയപ്പെടുത്തുന്ന ആത്മാവല്ല. നാം വചനത്തിൽ കാണുന്നുണ്ടല്ലോ, വിശുദ്ധ കന്യകാമരത്തിൻ്റെ മക്കൾ ഗബ്രിയേൽ മാലാഖ വരുമ്പോൾ ഭയപ്പെടരുതെന്ന് പറയുന്നു. സക്കരയുടെ മക്കൾ വരുമ്പോൾ സക്കര പറയും ഭയപ്പെടരുത്. ഇടയന്മാരുടെ മക്കൾ ബെത്ലഹേമിൽ ഈശോയുടെ തിരുപ്പിറവി അറിയിക്കാൻ മാലാഖമാർ വരുമ്പോൾ ഭയപ്പെടരുത്. രാത്രിയിൽ അപ്പസ്തലന്മാർ ഒറ്റയ്ക്ക് വെള്ളത്തിൽ കടലിലൂടെ തുഴഞ്ഞു നീങ്ങുമ്പോൾ ഈശോ വെള്ളത്തിൽ നടന്നു വരുന്ന രംഗം വായിക്കുന്നിടത്തും അപ്പസ്തലന്മാർ ഭയന്ന് നിലവിളിക്കുമ്പോൾ ഈശോ പറയും ഭയപ്പെടരുത്. ഉത്തിതനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ പറയും ഭയപ്പെടരുത്, ഞാനാണ്. ദൈവം ഒരിക്കലും ഭയപ്പെടുത്തുകയില്ല. ജോൺ മരി വികാരിച്ചൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം അദ്ദേഹം വായിക്കുന്നുണ്ട്. അദ്ദേഹം ആർസിന് വികാരിയായിട്ട് ചുമതലയെടുത്ത് കഴിഞ്ഞുള്ള നാളുകളിൽ ഒരിക്കലും രാത്രി അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഉറക്കം തെളിയുകയാണ്. പള്ളിമുറ്റത്ത് ഇങ്ങനെ ഒരു പട്ടാളക്കാര് മാർച്ച് ഫാസ്റ്റ് ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ മാർച്ച് ഫാസ്റ്റ് ചെയ്യുന്നതിന് ശബ്ദം കേട്ടിട്ട് അദ്ദേഹം ഉറക്കം തെളിഞ്ഞു. അന്നാ നാളുകളിൽ അവിടെ യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലമുണ്ട്. ജോൺ മരി വികാരിച്ചൻ തന്നെ യുവത്വത്തിലെ സെമിനാരിക്കാലത്ത് അവിടെ നിന്ന് ബലമായിട്ട് സൈനിക സേവനത്തിന് വേണ്ടിയൊക്കെ അയക്കപ്പെടുന്ന സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഫോട്ടോസ് അവിടെയുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ഓർത്തു, ഏതോ ഒരു ശത്രു സൈന്യം പള്ളിമുറ്റത്തോട് കടന്നു വന്നിരിക്കുകയാണ്. പട്ടാളക്കാര് പള്ളിമുറ്റത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണല്ലോ അവിടെയുള്ളൂ, അച്ഛനെയാണ് ഉന്നം വെക്കുന്നത്. അപ്പം ഇപ്പം തന്നെ കയറി വരും, പള്ളിപ്പുറകിൽ കയറി വന്ന് കതക് മുട്ടി തട്ടി തുറന്ന് കയറി വരും, അപകടമാകും. അങ്ങനെ ഒരു വലിയ ചിന്ത വന്നിട്ട് ഭയന്ന് അച്ഛനിങ്ങനെ അനങ്ങാൻ മേലാതെ പേടിച്ച് തന്നെ കുറച്ച് നേരം കട്ടിലേക്ക് കടന്നു. ഈ ബൂട്ട്സ് ഇട്ട് ചവിട്ട് സ്വരം പറ്റുന്ന കേൾക്കാം. കുറെ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ധൈര്യം സംഭരിച്ചിട്ട് അദ്ദേഹം പയ്യെ എണീറ്റ് ഡയറ്റൊന്നും വിളക്ക് തെളിക്കാതെ ജനാലൊക്കെ വന്നിട്ട് കർട്ടൻ ഇച്ചിരി മാറ്റി മുറ്റത്തോട്ട് നോക്കി പട്ടാളക്കാരെ കാണാൻ അവർ എന്ത് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം അച്ഛൻ്റെ അടുത്ത ദിവസം പ്രസംഗത്തെ പറ്റി പറഞ്ഞ കാര്യമാണ്. അച്ഛൻ പറയാണ്, പള്ളിമുറ്റത്ത് ആരുമില്ല, ഈ സ്വരവും മാറി. അപ്പം അച്ഛന് മനസ്സിലായി അതൊരു പൈശാചിക ഭയപ്പെടുത്തലിൻ്റെ ഒരു പരിശ്രമമായിരുന്നു അച്ഛന് മനസ്സിലായെന്ന് അച്ഛൻ പറയുകയാണ്. അതേപ്പറ്റി പങ്കുവെച്ചിട്ട് അച്ഛൻ പറഞ്ഞ കമൻ്റ് ഉണ്ട്, നല്ല ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും ഭയപ്പെടുത്തുകയില്ല. ഇത് എനിക്ക് ഭയം തോന്നിയത് കൊണ്ടത് മറ്റവൻ്റെ പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ വചനത്തിലേക്ക് നിരന്തരം കാണാം ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടുന്നത് പറയുന്നത്. പൈശാചിക അരൂപി ഭയപ്പെടുത്തലിൻ്റെ അരൂപിയാണ് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനം വായിക്കുകയാണ്.
നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. കണ്ടോ, വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ നേരത്തെ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണല്ലോ സൂചന. നേരത്തെ എവിടെയാണ് ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവ് കയറി അടിമത്തം ഉണ്ടാക്കിയത്? അത് നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തില് ആദ്യത്തെ പാവമുണ്ടായി കഴിയുമ്പോൾ 8-ാമത്തെ വാക്യത്തില് വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉല്ലാസത്തിന്റെ ശബ്ദം പുരുഷനും സ്ത്രീയും കേട്ടു. അവര് ഭയന്ന് അവിടുത്തെ മുന്നിൽ മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ആദം, നീ എവിടെയാണ് ദൈവം ചോദിക്കുമ്പോൾ തോട്ടത്തിൽ അങ്ങയുടെ കാൽപര്യമാറ്റം കേട്ടത് കൊണ്ട്, കാലശ കേട്ടത് കൊണ്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ ഭയന്ന് ഒളിച്ചതാണെന്ന മറുപടി. കണ്ടോ, ഭയന്ന് ഒളിക്കുന്ന ഒരു അടിമത്ത അവസ്ഥ ആദ്യ മാതാപിതാക്കൾക്കുണ്ടായി. ഇതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 399-ാമത്തെ നമ്പറിൽ അതിൻ്റെ ഓർമ്മ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യത്തെ ഒറ്റ പാവം വഴിയായിട്ട് ആദ്യ മാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടു പോയി. മറിച്ച് ദൈവത്തെക്കുറിച്ചൊരു വികരമായ ധാരണ അവർ രൂപീകരിച്ചു. ദൈവത്തെ അവർ ഭയപ്പെടാൻ തുടങ്ങി എന്ന് നമ്മൾ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഈ ഒരു അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഭയത്തിൻ്റെ അരൂപിയാണ് സാത്താൻ. ഭയത്തിൻ്റെ അവസ്ഥയിലൂടെ നമ്മുടെ അടിമത്തത്തിലേക്ക്, പാപത്തിൻ്റെ അടിമത്ത ഭയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഭയപ്പെടുത്തുകയില്ല. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിന് പൂർണ്ണനായിട്ടില്ല എന്ന് വായിക്കുകയാണ്. അപ്പൊ ദൈവത്തോട് ചേർന്ന്, ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് വന്ന വ്യക്തികൾ ഭയത്തിൽ അടിപ്പെടുകയില്ല. ഒപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭയം എന്നുള്ള സ്വാഭാവിക വികാരം ദൈവം തന്നിട്ടുണ്ട്. അത് സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഏത് ജീവനിക്കും ഒരു അപകടത്തിന്റെ സാന്നിധ്യം, സാധ്യത അവര് തിരിച്ചറിയുമ്പോൾ ഭയമുണ്ടായിട്ട് പെട്ടെന്ന് ഓടി മാറുന്നു, ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭയം. മനുഷ്യർക്കും ഉള്ളത് ഭയം ഉണ്ടാവണം. അസ്വാഭാവിക തരത്തില് അപകടത്തിന്റെ സാധ്യത കാണും ഭയം തോന്നിട്ട് മാറുകയാണ്. ഒരു വലിയ കല്ല് ഉരുണ്ടു വരുന്ന മലമുകളിൽ അത് കണ്ട് നോക്കി നിൽക്കുന്ന ആളൊരു ഭയം തോന്നി പെട്ടെന്ന് അവിടെ ഒഴിഞ്ഞു മാറും. ഒരു വാഹനം ഓവർ സ്പീഡില് വഴി തെറ്റി കയറി നേർക്ക് വരുന്ന കാണുമ്പോൾ പേടിയുണ്ടാകണം, എന്നിട്ട് മാറണം. പേടിയുണ്ടാകാതെ നോക്കി ചിരിച്ചോണ്ട് നിന്നാലും അപകടമാണ്. അപ്പൊ അത് സ്വാഭാവിക തരത്തിൽ വച്ചിരിക്കുന്ന ഒരു സംരക്ഷണ മാർഗമാണ് ഭയം എന്ന സ്വാഭാവിക വികാരം. അതിനപ്പുറം ഒരു അപകട കാരണം ഇല്ലാത്തിടത്തും നമുക്കിങ്ങനെ ഭയം അനുഭവപ്പെടുന്നു. രാത്രി ഉറക്കം തെളിയുമ്പം വല്ലാതെ ഭയം തോന്നുന്നു. രാവിലെ ഉറന്നിരിക്കുമ്പോൾ ഭയം അനുഭവപ്പെടുന്നു. അല്ല മറ്റെന്തെങ്കിലും അവസരത്തിൽ ഇങ്ങനെ ഭയം തോന്നിയിട്ട് ഞടുക്കം വരുന്നു, പരിഭ്രമം വരുന്നു, പിന്നോട്ട് പോകാൻ തോന്നുന്നു. അങ്ങനെ കാരണമില്ലാത്ത ഭയത്തിന് കൂടുതൽ അനുഭവപ്പെടുമ്പോൾ തിരിച്ചറിയണം, ഇത് മറ്റവന്റെ പരിപാടിയാണ്. അവൻ ഇങ്ങനെ അടുത്ത് റിമോട്ട് അടിച്ച് നമ്മളെ ആക്രമിക്കാൻ നോക്കുന്നു, നിയന്ത്രിക്കാൻ നോക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഭയത്തിന് അടിപ്പെട്ടു പോകരുത്. ഭയം അനുഭവപ്പെടുക എന്ന് പറയുന്നതും ഭയത്തിന് അടിപ്പെടുക എന്ന് പറയുന്നത് രണ്ടാണ്. ഭയം അനുഭവപ്പെട്ടോട്ടെ, പക്ഷെ അടിപ്പെടരുത്. ഈശോയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു, ഗസത്തോടത്തേക്ക് കയറുമ്പോൾ ഈശോ പറയുന്നുണ്ട് വലിയ അസ്വസ്ഥത അനുഭവപ്പെടുക. പക്ഷെ ഇതിന് അടിപ്പെടുക അല്ല, പ്രാർത്ഥന വേണ്ടി അതിനെ മറികടന്ന് കയറുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഭയം അനുഭവപ്പെടും, പരിഭ്രമം അനുഭവപ്പെടുമ്പം ഒന്നുകിൽ എന്തെങ്കിലും വചനം ഉരുവിടുക. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ട് നടക്കാൻ ഇതൊക്കെ 10-10 അറിയാമല്ലോ. അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുക, അമ്മയുടെ സാന്നിധ്യം കൈപ്പിടിക്കുക. അതും അല്ലെങ്കിൽ എനിക്ക് ഭയം അനുഭവപ്പെടുന്ന കാരണമായിരിക്കും തിന്മയുടെ അരിവേ യേശുവിന്റെ നാമത്തിൽ എന്നിട്ട് ഞാൻ പറയുന്നു എന്നെ വിട്ടുപോകുക, തൊട്ടത് എൻ്റെ അടുത്ത് വരാൻ പാടില്ല, നിനക്ക് എന്നെ യാതൊരു സ്വാധീനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സ്തുതിക്കുക, ആജ്ഞാപിച്ചപ്പോൾ ദൂരെ കളയും. അപ്പോൾ അത് മാറിപ്പോകും. ഹാലേലൂയ. ഭയത്തിന് നമ്മൾ അടുപ്പിട്ട് പോകാൻ പാടില്ല. ദൈവത്തിന്റെ അനുഭവം ഒരിക്കലും ഭയപ്പെടുത്തുക, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയുള്ളൂ തിരിച്ചറിയാൻ സാധിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ
നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.